ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും താലികെട്ടൽ ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് നടക്കുന്ന സമയത്ത് വിമലയും ആ ഒരു ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വരികയാണ്. വിമലയെ കണ്ട പാടെ ശ്രുതിയാണെങ്കിൽ ഞെട്ടിത്തരിച്ചു നിന്നു. ഇനി എന്ത് ചെയ്യും? ഇവരിതെങ്ങനെ ഇവിടെ എത്തിയെന്ന് ആലോചിച്ചിട്ട് ശ്രുതിക്ക് ഒരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുമ്പം അതെ ചന്ദ്രാമ്മ, ഞാൻ ഇവിടുത്തെ വാഷ്റൂം ഒന്ന് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച് ശ്രുതി പതുക്കെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും വിമലയും ശ്രുതിയെ കണ്ടല്ലോ. ഇവള് പോയ പിന്നാലെ തന്നെ വിമലയും അവരുടെ ഒപ്പം തന്നെ പോവുകയാണ്. അങ്ങനെ വിമലയും ശ്രുതിയും കൂടി സംസാരിക്കുമ്പോഴത്തേക്കിനും ശ്രുതി വിമലയോട് ചോദിക്കുകയാണ്, അല്ലമ്മേ, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? എനിക്ക് കിട്ടിയ നല്ലൊരു ജീവിതം നശിപ്പിക്കാൻ തന്നെയാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, മോളെ, നീ ഇവിടെയാണോ ഉള്ളതെന്നും നീ ഈ വീട്ടിലേക്കാണ് വരുന്നതെന്നും ഒന്നും എനിക്കറിയില്ലല്ലോ. എനിക്ക് രേവതിയെ മുന്നേ പരിചയമുണ്ട്. നമ്മുടെ ആദ്യ കാരണമാണ് രേവതിയുടെ ജീവനൊക്കെ രക്ഷപ്പെട്ടത് എന്നും പറഞ്ഞ് നമ്മുടെ വിമല നടന്ന സംഭവങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും ദയവ് ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് ഒന്ന് സ്ഥലം കാലിയാക്കണം. എനിക്ക് പേടിയാവുന്നുണ്ട്. ഇത് എൻ്റെ ജീവിതത്തെ ബാധിക്കും. വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നത് ഞാൻ മറന്നിട്ടില്ല എന്നും പറഞ്ഞ് മുമ്പ് നടന്ന കല്യാണത്തെക്കുറിച്ചുമൊക്കെ ഇവളിങ്ങനെ അമ്മയോട് ചോദ്യം ചെയ്യാണ്. അപ്പം വിമല പറഞ്ഞു, ഇല്ല, ഇനി എന്തായാലും ഞാൻ ഈ ഫംഗ്ഷൻ കഴിയുന്നതിന് മുന്നേ തന്നെ ഇവിടുന്ന് പോയിക്കോളാമെന്നും പറഞ്ഞ് വിമല അവിടുന്ന് അങ്ങ് റൂമിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ ആദ്യം അവിടെ കിടന്ന് ഉറങ്ങുകയാണല്ലോ. അപ്പം ആദ്യം ഒന്ന് തൊട്ടുപോലും നോക്കാതെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ദേഷ്യഭാവത്തിൽ അവളും അവിടുന്ന് പോവുകയാണ്. അപ്പം ഇവളിങ്ങനെ ചെന്നതും ശ്രുതിയുടെ മുന്നിലേക്കാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല, ഇത്രയും നേരം നീ എവിടെ പോയതായിരുന്നു? ഞാൻ എന്താ ആ വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അല്ല, ഇവിടെ കാര്യങ്ങളൊക്കെ എന്തായെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ, അതേ മോളെ, ദേ ഫോട്ടോയൊക്കെ എടുക്കണ്ടേ, നീയും ഈ കുടുംബത്തിലെ ഒരംഗം തന്നെയാണെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയെയും വിളിച്ചു കൊണ്ടുപോയി എല്ലാവരോടും ഒപ്പം നിർത്തി ഫോട്ടോ എടുക്കുകയാണ്. അപ്പം ശ്രുതിയോട് പറഞ്ഞു, ദേ രേവതിയുടെയും സച്ചിയുടെയും അവരുടെ ഈ ഒരു നല്ല ചടങ്ങ് നടക്കുമ്പോഴത്തേക്കിനും നീ ഈ വീട്ടിലെ മൂത്ത മോളാണ്, അതുകൊണ്ട് തന്നെ നീയും അവളെ അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതി പറഞ്ഞതനുസരിച്ച് തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ സച്ചിയുടെയും അതുപോലെ രേവതിയുടെയും കവിളിലൊക്കെ കുറച്ച് ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇവർക്ക് കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ ഇട്ട് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, ചന്ദ്രേ, മുഹൂർത്തമായി, അമ്മായിയമ്മയാണല്ലോ താലിയൊക്കെ എടുത്ത് കൊടുക്കേണ്ടത്, അതുകൊണ്ട് നീ തന്നെ അതൊക്കെ എടുത്ത് കൊടുക്കെന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു. സച്ചി ആണെങ്കിൽ ഇപ്പതാ എല്ലാ അർത്ഥത്തിലും ശരിക്കും പറഞ്ഞാൽ അവൻ ഒരുപാട് രേവതിയെ സ്നേഹിച്ചും തുടങ്ങി. അങ്ങനെ സച്ചി നമ്മുടെ രേവതിയുടെ കഴുത്തിൽ താലി ചേർത്തുകയാണ്. ഈ സമയത്താണെങ്കിൽ മുത്തശ്ശിയാണെങ്കിൽ സച്ചിയെ കളിയാക്കുന്നുമുണ്ട്. എൻ്റെ സച്ചിമോൻ്റെ മുഖത്ത് ഭയങ്കര നാണമാണല്ലോ, എന്താ ഇത്ര നാണം? ഇതിനു മുന്നേ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് നാണം വീണ്ടും കൂടി. സച്ചിയാണെങ്കിൽ ഇരുന്ന് ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മിയമ്മയും അതുപോലെ തന്നെ ദേവും ഒക്കെ സച്ചിയെ കളിയാക്കുകയാണ്. അപ്പോൾ രേവതി സച്ചിയെ ഇങ്ങനെ നോക്കുകയാണ്. പിന്നീടാണെങ്കിലോ ഇനി അടുത്ത ചടങ്ങെന്ന് പറഞ്ഞാലേ, മോനെ, ദേ ഈ സിന്ദൂരം ഇത് രേവതിയുടെ നെറുകയിൽ തൊട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. സച്ചി അതും ചെയ്തു. അത് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇനി രേവതി മോള് സച്ചിയുടെ കാലിൽ തൊട്ടു തൊടാനാണ് നമ്മുടെ അച്ഛമ്മ പറയുന്നത്. പക്ഷേ സച്ചി ആണെങ്കിലോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ പുള്ളിക്കാരൻ ഇങ്ങനെ ഈ ഒരു ചടങ്ങ് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും അവൻ അവിടെ വെച്ചൊരു അബദ്ധം കാണിക്കുകയാണ്. നമ്മുടെ രേവതിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്ത ആ ഒരു താലി, ആ താലിയിൽ സച്ചി തൊട്ട് വണങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും സച്ചിയെ കളിയാക്കി ചിരിക്കുമ്പോഴത്തേക്കിനും രേവതിക്കും ശരിക്കും നാണമായി. ഈ മനുഷ്യൻ എന്താ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ ചന്ദ്രമതിക്ക് ഇതൊന്നും കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നേ ഇല്ല. പിന്നെ മനസ്സില്ലാ മനസ്സോടുകൂടി ഇവരെ രണ്ടുപേരെയും അനുഗ്രഹിച്ചതായിട്ട് വരുത്തി തീർത്തു. അങ്ങനെ ചന്ദ്ര ഒരു സൈഡിലേക്ക് മാറി നിൽക്കുമ്പോഴാണെങ്കിലോ ശ്രുതി ടെൻഷൻ കൊണ്ട് വല്ലാണ്ടാകുകയാണ്. ഇനി എന്ത് ചെയ്യും? തൻ്റെ അമ്മയും തൻ്റെ മകനും ഈ വീട്ടിൽ തന്നെ ഉണ്ട്. അവർ സത്യങ്ങളൊക്കെ എങ്ങാനും ആരോടെങ്കിലും അബദ്ധം വെച്ചാൽ പറഞ്ഞാലോ, അതുമല്ല കൊച്ചു ചെറുക്കൻ അവനും ഉണ്ടല്ലോ, ഇനി എന്തെങ്കിലും ഒരു കാര്യം അവൻ്റെ വായിൽ നിന്ന് വീണാലും മതിയെന്ന് ഉള്ള രീതിയിൽ പുള്ളിക്കാരി പേടിച്ച് വിറച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതി ആണെങ്കിൽ, അതെ ശ്രുതി, എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, ഞാൻ അതിന് പങ്കെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ നോക്കിയിട്ട് അതെനിക്ക് പറ്റിയ ജോലിയല്ല, എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അത് സെറ്റാവില്ല എന്നും പറഞ്ഞ് ഇവളോട് പറയുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഇതൊന്നും കേൾക്കാത്ത ഒരവസ്ഥയിൽ എന്താണ് ഇവൻ പറയുന്നത് പോലും ശ്രദ്ധിക്കാതെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്.
അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണമെന്നാണല്ലോ മകളുടെ ഓർഡർ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിമലയാണെങ്കിൽ ആദിയുടെ അടുത്ത് ചെന്നു. അപ്പം ശ്രുതിക്കാണെങ്കിൽ വീണ്ടും ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തി ഉറക്കുന്നില്ല. എങ്ങനെയും ഇവരെ പറഞ്ഞൊന്ന് ഇവിടുന്ന് വിടണമെന്ന് വിചാരിച്ച് അവൾ വീണ്ടും ആ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പം വിമല പറഞ്ഞു, മോളെ നീ വിഷമിക്കുമൊന്നും വേണ്ട, അമ്മ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയിക്കോളാട്ടോ. എന്തേലും ആയിക്കോട്ടെ, ഞാനേ രേവതിയോടും സച്ചിയോടും യാത്ര പറഞ്ഞിട്ട് പോവാന്നും പറഞ്ഞ് നമ്മുടെ വിമല അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും രേവതിയും സച്ചിയും ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിലും ഒരിക്കൽ രേവതിയുടെ കഴുത്തിൽ താലി കെട്ടിയതാണെങ്കിലും ഇപ്പതാ എല്ലാ ഇഷ്ടത്തോടു കൂടി അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ കിട്ടിയൊരു ചാൻസ് നമ്മുടെ സച്ചിയൊക്കെ അങ്ങോട്ട് സന്തോഷത്തിൽ ഇരിക്കുകയാണ്. വിമൽ ചെന്നിട്ട് രേവതിയോട് പറഞ്ഞു, മോളെ ഞങ്ങള് നാട്ടിലേക്ക് പോവാണ്, ബസ്സിനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ച് അവളോട് യാത്ര ചോദിക്കുമ്പം, അല്ലമ്മേ അതിപ്പം ആദ്യക്കൂട്ടം നല്ല ഉറക്കമല്ലേ, അവൻ ഉണർന്നു കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ പോരേന്ന് ചോദിക്കുമ്പം, അത് സാരമില്ല മോളെ, ഇനിയും മോളുടെ അടുത്ത് വരാമല്ലോ, എന്തായാലും മോളുടെ ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ പറ്റിയത് വലിയ കാര്യമാണ്, എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറഞ്ഞ് സച്ചിയെയും രേവതിയെയും ഇവരും അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിമല തിരിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണെങ്കിലോ നമ്മുടെ ആദിയെ കാണിക്കുകയാണ്. ആദ്യക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു. പുള്ളിക്കാരനാണെങ്കിൽ പതിയെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വന്നു. അയ്യോ അമ്മുമ്മ എവിടെയെന്നുള്ള രീതിയിൽ ചെറുക്കൻ ചുറ്റും നോക്കുമ്പോഴത്തേക്കിനും വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അവൻ പതിയെ ആ ഒരു വാതിലും തുറന്ന് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കിനും ആദ്യം കാണുന്നത് നമ്മുടെ ശ്രുതിയെയാണ്. അപ്പം ശ്രുതിയെ കണ്ടതും ചേച്ചി എന്താ ഇവിടെ എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രുതിയോട് സംസാരിക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ പേടിച്ച് വിറച്ചു. ഈ ചെറുക്കനെങ്ങാനും എന്നെ ചേച്ചിയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇനി ഇവനും ഞാനും തമ്മിലുള്ള ബന്ധം പറയേണ്ടി വരുമല്ലോ എന്നുള്ള പേടിയിൽ ഇവളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ചേച്ചിയോട് തന്നെയാണ് ഞാൻ ചോദിച്ചത്, ചേച്ചി എന്താ ഇവിടെ, ചേച്ചി എപ്പോൾ വന്നു എന്നൊക്കെ ഇവൻ വീണ്ടും ചോദിക്കുമ്പം നമ്മുടെ വിമല വേഗം ഓടി വന്നിട്ട് ചെറുക്കനെ എടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതിയും അതുപോലെ നമ്മുടെ അച്ചമ്മയും ആ വീട്ടിൽ കൂടി നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഇവർ തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല ശ്രുതി ഇവനെ നിനക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പം, ഇല്ല എനിക്കിവനെ അറിയത്തേ ഇല്ല, ഞാൻ ഈ കൊച്ചിനെ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ വെച്ച് വലിയൊരു നുണ പറയുകയാണ്. അങ്ങനെ നമ്മുടെ വിമല വന്നിട്ട് ആദിക്കുട്ടനെ എടുത്തു. അതെ അവൻ നല്ല ഉറക്കമായിരുന്നല്ലോ മോനെ, ഇതൊക്കെ നിന്റെ ചേച്ചിമാരാണ്, ദാ നോക്ക് രേവതി ചേച്ചിയെ കണ്ടില്ലേ, അതുപോലെ തന്നെ അപ്പുറത്ത് നോക്ക് രേവതി ചേച്ചിയുടെ അനുജത്തി ദേവു ചേച്ചി നിൽക്കുന്നുണ്ട്, പിന്നെ ദാ ഈ ചേച്ചിയെ കണ്ടില്ലേ, ഈ ചേച്ചിയാണ് ശ്രുതി ചേച്ചി എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയെയും പരിചയപ്പെടുത്തി. അതല്ല അച്ഛമ്മേ, ഞാൻ പറഞ്ഞത് കല്യാണി ചേച്ചിയെ കുറിച്ചാണ്. അപ്പം നാട്ടിൽ നമ്മുടെ ശ്രുതിയെ എല്ലാവരും വിളിക്കുന്നത് കല്യാണി എന്നാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ കൊച്ചു പയ്യനാണെങ്കിൽ കല്യാണി ചേച്ചിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ വിമല ആ ഒരു സീൻ അതങ്ങ് സോൾവ് ചെയ്ത് വിടുകയാണ്. ശരിക്കും പറഞ്ഞാൽ പെട്ടുപോകുമെന്നുള്ളൊരവസ്ഥയിൽ നമ്മുടെ ശ്രുതിയെ താൽക്കാലികമായിട്ട് വിമല രക്ഷപ്പെടുത്തി. അങ്ങനെ വിമല പറഞ്ഞു, ഇനിയിപ്പം കല്യാണി ചേച്ചിയെ നമുക്ക് നാട്ടിൽ ചെന്നിട്ട് കാണാമെന്നും പറഞ്ഞ് കൊച്ചിനെയും എടുത്ത് അവരോടുമൊക്കെ യാത്ര പറഞ്ഞ് വിമല അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചന്ദ്രമതി ആണെങ്കിലോ കണ്ടില്ലേ വഴിയെ പോകുന്ന ആൾക്കാരെ വരെ ഈ രേവതിയും സച്ചിയും കൂടി കൂട്ടി ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്ത് പറയാനാണ്, ഒരു മര്യാദ ഇല്ലാത്ത ആൾക്കാരാണ്. അല്ലെങ്കിൽ ആ ചെറുക്കൻ തന്നെ കണ്ടില്ലേ സ്വന്തവും ബന്ധമൊന്നും ഇല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അവൻ കാണുന്ന ആൾക്കാരെയൊക്കെ സ്വന്തക്കാരോട് എന്ന പോലെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇവരോട് ശ്രുതിയോട് അമ്മയെയും ആദിയെയും കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ അവർ പോകുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ്, അതെ ഞാൻ ഇറങ്ങുക കേട്ടോ, എനിക്ക് പാർലറിൽ ചെന്നിട്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, അത് മാത്രമല്ല എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അവൾ ഒരുവിധം കള്ളത്തരം പറഞ്ഞ് നമ്മുടെ വിമലയും മകനും പോയതിന് പിന്നാലെ ശ്രുതിയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇവർ ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണുകയാണ്. അമ്മയോട് പറഞ്ഞു, ദയവ് ചെയ്ത് എൻ്റെ കല്യാണം നടക്കാൻ പോവാണ്, ഇനി ഇങ്ങനെയുള്ളൊരവസ്ഥ എനിക്ക് ഉണ്ടാക്കി തരരുത്, ആ വീട്ടുകാരെങ്ങാനും ഇപ്പോൾ സത്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കല്യാണം തന്നെ മുടങ്ങി പോവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൾ അമ്മയോട് സംസാരിക്കുമ്പോഴത്തേക്കിനും വിമല പറഞ്ഞു, മോളെ രേവതിയും സച്ചിയും ഒക്കെ നല്ല ആൾക്കാരാണ്, അവരോട് സത്യങ്ങളൊക്കെ മോൾക്ക് ഇപ്പോൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരും മോളെ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞ് ഈ അമ്മ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ദയവ് ചെയ്ത്
ഇനി ഈ നാട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് ഇവള് തൊഴുതു പിടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിമലയെ ബസ് കയറ്റി വിടാൻ തുടങ്ങുന്ന ആ ഒരു സമയം ഇവരുടെ ഈ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ആ ഒരു മാനേജർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ കാണുകയാണ്. അപ്പൊ പുള്ളിക്കാരൻ കണ്ടതും ഇതെന്താണ്, ഇവര് തമ്മിൽ എന്തോ ഒരു ഇടപാട്, ഇവളുടെ ആരോ വേണ്ടപ്പെട്ട ആൾക്കാരാണല്ലോ, എന്തായാലും അതൊന്ന് അറിയണം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ വിമല പോയ ബസ് പിടിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു വിശേഷമാണ് ശ്രുതിയുടെ കള്ളത്തരം. പുള്ളിക്കാരൻ കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്